കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. ഒരു പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൗൾ നിറയെ ക്രിസ്പി ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാജിക്കൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റ് ആണ്, അതുപോലെ ചെയ്തെടുക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം കളയണ്ട, വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകൂ. അപ്പോൾ ഇതാ മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ്, അല്ലെങ്കിൽ ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അത്രയേ ഉള്ളൂ ആവശ്യം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് കളയാം. തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ പീൽ ചെയ്യാം. അതിനുശേഷം ദാ ഈ പുറത്തുള്ള പൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. പുറത്തെ പൊടിയും അഴുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതാ ഇതുപോലൊരു സ്ലൈസർ, നമ്മൾ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ലൈസർ ഇല്ലേ, ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അത് തന്നെയാണ്. അതിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. നൈസായിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ലൊരു കനം കുറച്ചെടുക്കുക. ഒരെണ്ണം പീൽ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒത്തിരി ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും കേട്ടോ. അതാ ഇത്രയും നൈസായിട്ടുള്ള ഒരു സ്ലൈസ് ആക്കി മാറ്റാം. ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങ്, അതെല്ലാം ഇട്ട് കൊടുക്കുക. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങിനകത്ത് കുറേ സ്റ്റാർച്ച് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ സ്റ്റാർച്ച് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാനുണ്ട്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതായത് കണ്ടോ, കഞ്ഞിവെള്ളം പോലുള്ള ഒരു കളറിലേക്ക് ഇത് വരും. അപ്പം ഇങ്ങനെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉലച്ച് കഴുകിയാൽ ഈ സ്റ്റാർച്ചൊക്കെ കുറേ അധികം അങ്ങ് മാറിക്കിട്ടും. അപ്പം നമ്മൾക്ക് നല്ലൊരു ക്ലിയർ വാട്ടർ വരുന്ന പോലെ 2-3 വെള്ളം ഇങ്ങനെ ഒന്ന് മാറിയാൽ നല്ല ക്ലീൻ വാട്ടറായി വരും. അപ്പോഴേക്കും അതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാക്സിമം പോയിട്ടുണ്ട്. ഇതാ ഇതേപോലെ. എന്നിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇതേപോലെ. ഇനി ഒരു കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേയോ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക, ഒന്ന് പരന്നിട്ടുള്ള. അതിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങുണ്ടല്ലോ, സ്ലൈസ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ഒന്ന് നിരത്തി ഇതാ ഇതുപോലെ അങ്ങ് നിരത്തി വയ്ക്കാം. നമ്മൾ വെള്ളം മാക്സിമം നമ്മൾ ഊറ്റി മാറ്റിയിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ പുറത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ വെള്ളം അധികം ഇതുമേലുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒപ്പി കളയുക. 2 സൈഡും ഇതുപോലെ മറിച്ചും തിരിച്ചൊന്ന് കളയുമ്പോൾ അതായത് ഇതുപോലെ നല്ല ഉണങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമില്ല. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ അല്പമായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കുക, വിതറി കൊടുക്കുക. അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വിതറി ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതായിപ്പോൾ ഇത് കണ്ടോ, ഇത് ഉണങ്ങിയ പോലെ ഇരിക്കുക, വെള്ളമൊട്ടും തന്നെ ഇല്ല ഈ ഒരു ചിപ്സിലും. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഇനി ഇതുപോലത്തെ 2 എണ്ണം ഇതേപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു അറ്റം വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ചുരുട്ടിയെടുക്കുക. രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് ചുരുട്ടിയെടുക്കുക. നല്ല രസമാണ് ഇത് ചെയ്തെടുക്കാനൊക്കെ. നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ള ഒരു കുക്കിംഗ് ആണ് ഈ ഒരു റെസിപ്പി. എന്നിട്ട് നമ്മൾ ടൂത്ത് പീക്ക് എടുത്ത് വയ്ക്കുക കുറച്ച്. ആ ടൂത്ത് പീക്ക് കൊണ്ട് ഈ ചുരുട്ട് ഇതിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് കുത്തി വയ്ക്കുക. ഇതാ ഇതേപോലെ. കണ്ടോ, നല്ല രസമുള്ളൊരു കാര്യമാട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാനും ചെയ്യാനും ഒക്കെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, ഇതുപോലെ ഓരോന്നും 2 സ്ലൈസ് പൊട്ടറ്റോ ഇതുപോലെ എടുക്കുക. ഇതേപോലെ തെറുത്തങ്ങ് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ടൂത്ത് പീക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എനിക്ക് ഈ ടൂത്ത് പീക്ക് വെച്ച് ഇങ്ങനെ കുത്തണത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനും. നല്ല രസമുണ്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ കുറച്ചിങ്ങനെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുക. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് സെറ്റ് ചെയ്ത് വെക്കണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഇത് വറുക്കാനുള്ളതാണ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെണ്ണയാണ് നിങ്ങൾക്ക് വേണ്ട അതെടുത്ത് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഈ സ്റ്റിക്കോടുകൂടി തന്നെ, ടൂത്ത് പിക്കോടുകൂടി തന്നെ നമ്മൾ ഇതിനെ എണ്ണയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ടൂത്ത് പിക്ക് എന്ന് പറയുന്നത് വുഡല്ലേ, അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ചുരുളോടുകൂടി തന്നെ നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്കൊന്നും മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓവറായിട്ടുള്ള ഫ്ലെയിമൊന്നും വയ്ക്കണം എന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതങ്ങ് മൊരിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ടേൺ ചെയ്താൽ അതങ്ങ് മറിഞ്ഞും കിട്ടും. 2 സൈഡും ഈ ഒരു ഷെയ്ഡൊക്കെ വരുമ്പോഴേക്കും 2 സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോഴേക്കും ഫ്രൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റൊക്കെ ഇതിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ ഒരു കിളിങ്ങണ പോലത്തെ ഒരു ഒച്ച വരും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഞാനിത് ഇത്രയും ആദ്യത്തെ ഒരു സെറ്റ് ഇട്ടത് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഞാൻ വറുത്തെടുത്ത്. ഇനി ഇതാ ഈ നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഊരി മാറ്റാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇനിയിപ്പം ടൂത്ത് പിക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ വായിലേക്ക് വെച്ചിട്ട് ഈ ടൂത്ത് പിക്ക് അങ്ങ് വലിച്ച് ഊരി എടുത്താൽ മതി. പക്ഷേ നമുക്കിത് മസാല ചേർക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാനതെല്ലാം ഊരി മാറ്റിയത്. എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരല്പം ഉപ്പിടുക. നമ്മൾ ഉപ്പ് പോലും ചേർക്കാതെ ചെയ്തേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുതിനയുടെ ഇല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പുതിന ഇല, ഫ്രഷ് ഇലയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ആവശ്യത്തിനുള്ള ഉപ്പും കിട്ടും. ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ക്രിസ്പി ഫ്രൈ ഒക്കെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നൈസായിട്ടുള്ള ഉപ്പുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ, പുതിനയുടെ ഒരു ഫ്ലേവറും ഉണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ മസാല. നോക്കിക്കേ, ക്രിസ്പിയാണ് നല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറുമുറ, നമ്മൾ മുറുക്ക് കഴിക്കണ പോലെയാണ്. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവർ, പുതിന മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്തോളൂ. നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ കഴിക്കാനും നല്ല എൻജോയ് ചെയ്തത് കഴിക്കാനും പറ്റും. ഇങ്ങനെ 2 കാര്യങ്ങളാട്ടോ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.